നമസ്കാരം, എൻ്റെ പേര് ഉമാദേവി. ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഞാൻ കളരിയിലേക്ക് എത്തിപ്പെടാനുണ്ടായ സാഹചര്യവും എത്തിയതിന് ശേഷമുള്ള എൻ്റെ അവസ്ഥയെയും കുറിച്ച് പറയാനാണ്. 2022 മുതൽ എനിക്ക് പലവിധ അസുഖങ്ങളാൽ നടക്കുകയായിരുന്നു. പിന്നെ എനിക്ക് സ്കിന്നിൽ അലർജികൾ വരാൻ തുടങ്ങി, സ്കിന്നൊക്കെ ബ്ലാക്ക് ആവാൻ തുടങ്ങി. അങ്ങനെ മാക്കയറിൽ സ്കിൻ ഡോക്ടറെ കാണിച്ചു. സ്കിൻ ഡോക്ടറാണ് ശരിക്കൊരു ഡയഗ്നോസിസിലേക്ക് എത്താനായിട്ട് തന്നെ പ്രേരിപ്പിച്ച ആൾ ഒരു സിറ്റിംഗ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ഇനി ഇത് സ്കിന്നായിട്ട് ബന്ധപ്പെട്ടതല്ല, ഇത് ഇൻറ്റേർണൽ ഓർഗൻസിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ്, അപ്പോൾ അതുകൊണ്ട് ആ വഴിക്കൊന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഡോക്ടറെ കാണിച്ചിട്ട് സ്കാൻ ചെയ്യുന്നത്. സ്കാൻ ചെയ്തപ്പോഴാണ് എനിക്ക് ഫാറ്റി ലിവർ ആണ്, പിന്നെ ഹെപ്പാറ്റോമെഗാലി ഗ്രേഡ് 3 എന്നുള്ളൊരവസ്ഥയാണ് മനസ്സിലായത്. അങ്ങനെ പിന്നെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റിനെ കാണാൻ പറഞ്ഞു. അങ്ങനെ എലൈറ്റ് ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോഎൻട്രോളജിസ്റ്റ് ഡോക്ടർ വർഗീസ് ജെയ്സനെ കണ്ടു. അവിടെ ചെന്ന് വീണ്ടും ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു. അപ്പോൾ ഡോക്ടർ അതിൻ്റെ ഒരു ഗുരുതരാവസ്ഥയെ കുറിച്ച് പറഞ്ഞു തന്നു. ഇനി കുറച്ചും കൂടി ഒരു ഗ്രേഡ് അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാൽ ലിവർ സിറോസിസ് എന്ന അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഡയറ്റും എക്സസൈസും കഴിഞ്ഞിട്ട് മാത്രമേ മെഡിസിന് സ്ഥാനമുള്ളൂ ഈ ഒരു അസുഖത്തിന് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ജിമ്മിന് പോകാമെന്നാണ് തീരുമാനിച്ചത്. ആദ്യം എനിക്ക് ജിമ്മിന് പോകാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് എൻ്റെ മകളാണ് അമൽ മാഷായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണതും കളരീനെ കുറിച്ച് ചോദിച്ചറിയണതും അങ്ങനെ അമ്മയുടെ അസുഖത്തിനെ കുറിച്ചൊക്കെ പറയണതും. അങ്ങനെ ഞാനും മോളും കൂടി ഒരു ദിവസം മാഷിനെ കാണാൻ ചെന്നു. 2024 മാഷെ കാണാൻ ചെന്നു. അപ്പം ഞാൻ അന്ന് 89 കിലോ വെയിറ്റ് ഉണ്ട്. അപ്പോൾ മാഷിൻ്റെ അടുത്ത് ഇങ്ങനെ കാര്യങ്ങളൊക്കെ സംസാരിച്ചു. മാഷിനോട് ഞാൻ പറഞ്ഞു, എനിക്ക് ഇത്ര വെയിറ്റ് ഉണ്ട്, എനിക്ക് കൈയും കാലൊന്നും പൊങ്ങണില്ല. അപ്പോൾ നമ്മൾ ചെല്ലുമ്പോൾ കളരിയിൽ ചെല്ലുമ്പോൾ കാണുന്നത് അവിടെ കുട്ടികളൊന്നും നടക്കല്ല, പറക്കാണ്. ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും അങ്ങനെയാണ്. അപ്പം നമുക്കതൊരു ഇത് കാണുമ്പോൾ അയ്യോ ഇതൊന്നും എനിക്ക് പറ്റില്ലല്ലോ എന്നുള്ളൊരു തോന്നലുണ്ടായത് കൊണ്ടാണ് ഞാൻ മാഷിൻ്റെ അടുത്ത് അങ്ങനെ സംസാരിച്ചത്. മാഷ് പറഞ്ഞു, അങ്ങനെയല്ല, നമുക്ക് നോക്കാം, നാളെ തൊട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം തൊട്ട് ഞാൻ ചെയ്തു. ചെറിയ ചെറിയ വാമപ്പ് എക്സസൈസുകളും അങ്ങനെ മാഷ് എന്നെ നേരിട്ട് തരാൻ തുടങ്ങി. ഇങ്ങനെ കാര്യങ്ങൾ എൻ്റെ കൂടെ തന്നെ ഒരു 2-2.5 മണിക്കൂർ മാഷ് സ്പെൻഡ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ പല വീഴ്ചകളും ഒക്കെ അതിൽ വന്നിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്നൊക്കെ പോന്നു. ഞാൻ പതുക്കെ അതിന് പൊരുത്തപ്പെടാൻ തുടങ്ങി. കൈയും കാലൊക്കെ അനങ്ങാൻ തുടങ്ങി. എനിക്ക് ഏറ്റവും നന്നായിട്ട് എനിക്ക് ആദ്യം തന്നെ കിട്ടിയത് എനിക്ക് കോൺസെൻട്രേഷൻ വന്നു. അതുവരെ എനിക്കൊരു കോൺസെൻട്രേഷൻ കുറവുണ്ടായിരുന്നു. എനിക്ക് എന്താ പറയുക, നമ്മളെന്താ എന്നോട് പറയണമെന്ന് എനിക്ക് മനസ്സിലാവാണ്ട് ഞാൻ ഓരോന്ന് ചെയ്യണേ, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി നന്നായിട്ട് എൻ്റെ ഒരു കോൺസെൻട്രേഷൻ ലെവൽ ഉയരാൻ തുടങ്ങി. അങ്ങനെ പതുക്കെ ഞാൻ കുറേശ്ശെ വെയിറ്റ് കുറയാൻ തുടങ്ങി. 2 കിലോ 3 കിലോ അങ്ങനെ കുറയാൻ തുടങ്ങി. ഞാൻ ഡോക്ടറെ അടുത്ത് ചെന്നു. ഡോക്ടർക്ക് എന്നെ കണ്ടപ്പോൾ തന്നെ ഹാപ്പിയായി. എന്നുവെച്ചാൽ എൻ്റെ മുഖത്തൊരു പ്രസരിപ്പൊക്കെ വരാൻ തുടങ്ങി. എൻ്റെ നടത്തത്തിൽ വരെ ആ ഒരു വ്യത്യാസം ഉണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ ഞാൻ കളരിക്ക് പോണ കാര്യമൊക്കെ ഡോക്ടറെ അടുത്ത് പറഞ്ഞു. ഡോക്ടർ നമ്മൾ അന്ന് ആഴ്ചയിൽ 3 ദിവസമാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അത് പറ്റില്ല, ദിവസം പോകണമെന്ന് പറഞ്ഞു. പിന്നെ ദിവസം ആക്കി. അപ്പോൾ അതിനനുസരിച്ച് എൻ്റെ വെയിറ്റുകൾ കുറയാൻ തുടങ്ങി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു മരുന്നുകളൊക്കെ കുറയ്ക്കാൻ തുടങ്ങി. ഡോക്ടർ പറഞ്ഞു ഇനി നിങ്ങൾ എക്സസൈസ്, ഡയറ്റ് അത് കഴിഞ്ഞിട്ടാണ് മരുന്നിന് സ്ഥാനമുള്ളൂ. ഇപ്പം മരുന്ന് ഇല്ലെങ്കിൽ പോലും ഈ 2 കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്കിനി ഫാറ്റി ലിവറിനെ പിടിച്ചു നിർത്താൻ പറ്റുമെന്ന് പറഞ്ഞു. അങ്ങനെ 3 മാസം കൂടുമ്പോൾ സ്കാൻ ചെയ്യാനും 6 മാസം കൂടുമ്പോൾ ഫൈബ്രോ സ്കാൻ ചെയ്യാനും ബ്ലഡ് ടെസ്റ്റുകൾ ചെയ്യാനൊക്കെ വീണ്ടും തുടങ്ങിയപ്പോൾ എൻ്റെ ഈ ഹെപ്പാറ്റോമെഗാലി എന്നുള്ള അവസ്ഥ കുറഞ്ഞു. ഫാറ്റി ലിവർ മാത്രം ഗ്രേഡ് 2 ആയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇനിയിപ്പോൾ ഇതന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറഞ്ഞു. അങ്ങനെ മരുന്നുകളൊക്കെ നിർത്തി 1-2 ടാബ്ലറ്റ്സ് മാത്രമാക്കി നിർത്തി. അങ്ങനെ ഇതിൻ്റെ കൂടെ ഞാൻ പ്രകൃതി ചികിത്സയും കൂടിയും ചെയ്യാൻ തുടങ്ങി. ഫാറ്റ് ഒരുക്കാനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ നിന്ന് എനിക്ക് പ്രത്യേകിച്ച് ഡയറ്റ് കിട്ടി. ആ ഡയറ്റിൽ തന്നെ നല്ലൊരു മാറ്റം ഉണ്ടായി. അപ്പം ഞാൻ എക്സസൈസും കളരിയിൽ എക്സസൈസ് ചെയ്യാണ്. ഞാൻ പറയാം, ഒരു 50 വയസ്സുള്ള ഒരാൾ ചെയ്യണ ഒരു നല്ല രീതിയിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. പെർഫോമൻസിന് പോകാൻ തുടങ്ങി. പക്ഷെ അതിനൊക്കെ അങ്ങനെ നല്ലൊരു മോട്ടിവേഷനുള്ള ഒരാളാണ്. അങ്ങനെ ചെയ്ത് പുറത്ത് പെർഫോമൻസിന് എന്നെ കൂട്ടാൻ തുടങ്ങി. ഞാൻ 2-3 പെർഫോമൻസിനൊക്കെ പോയി. എനിക്ക് നല്ല കോൺഫിഡൻസ് ആയി. വെയിറ്റ് നന്നായി 10-12 കിലോനോളം വെയിറ്റ് ഞാൻ കുറഞ്ഞു. അങ്ങനെ പതുക്കെ ഞാൻ അലോപ്പതി മെഡിസിനിൽ നിന്ന് രക്ഷപ്പെട്ടു. എന്നുവെച്ചാൽ ഡോക്ടർ എന്നെ പറഞ്ഞു നിർത്തിക്കോളാൻ പറഞ്ഞു. അങ്ങനെ നാച്ചുറോപ്പതി, അവിടെയും എക്സസൈസ്, പിന്നെ ഫാറ്റ് ഒരുക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ, ഡയറ്റ്. ഇവിടെ കളരി നന്നായി പെർഫോം ചെയ്യാനും പഠിക്കാനൊക്കെ തുടങ്ങി. എൻ്റെ ക്ഷീണം കുറഞ്ഞു, എൻ്റെ വെയിറ്റ് നന്നായി കുറഞ്ഞു. എൻ്റെ ആരോഗ്യാവസ്ഥ, ഗോൾ ബ്ലാഡറിൽ സ്റ്റോൺ ഉണ്ടായിരുന്നത് വരെ
അലിഞ്ഞ് പോകാൻ തുടങ്ങി. അങ്ങനെ ഞാൻ നല്ല എന്താ പറയുക പെർഫെക്റ്റ്ലി ഓക്കെ ആയി എന്ന് പറയാം. ഞാൻ എൻ്റെ ആ ക്ഷീണം പോയി, എല്ലാം കൊണ്ട് ഞാൻ ശാരീരികമായി ഞാൻ നല്ല ഫിറ്റായി. ഇപ്പോൾ ഒരു 4 മാസമായിട്ട് എനിക്ക് കടയിലേക്ക് പോകാൻ പറ്റണില്ല. അത് പറയണോ? പറ്റുന്നില്ല. കാരണം എൻ്റെ അമ്മ ബെഡ് റിഡൻ ആയിട്ട് കിടക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇവിടുന്ന് എൻ്റെ വീട്ടിൽ നിന്ന് നീങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. പക്ഷെ അതെൻ്റെ ശരീരത്തിനെ ബാധിച്ചിട്ടില്ല, മനസ്സിനെ ബാധിച്ചിട്ടില്ല. അത്യാവശ്യം ഡയറ്റും അത്യാവശ്യം എക്സസൈസുകളൊക്കെ വീട്ടിൽ ചെയ്തുകൊണ്ട് തന്നെ ഞാൻ മുന്നോട്ട് പോകുന്നു. ഒരു സാഹചര്യം കിട്ടി ഞാൻ വീണ്ടും കളരിയിലേക്ക് തന്നെ എത്തും. കളരിയിൽ പോയത് കൊണ്ട് മാത്രം എന്ന് ഞാൻ ചിലപ്പോൾ പറയും. ഞാൻ ഇന്ന് കൈയും കാലമൊക്കെ അനക്കി നല്ല പ്രസരിപ്പോട് കൂടി ഇരിക്കുന്നുണ്ടെങ്കിൽ അതിന് ഒറ്റ കാരണമുള്ളൂ, ഞാൻ കളരിയിലേക്ക് പോകാൻ തുടങ്ങിയതും അവിടെ അമൽ മാഷ് എൻ്റെ ട്രെയിനറായിട്ട് വന്നതും. അത് മാഷിൻ്റെ ഒരു മോട്ടിവേഷനും ട്രെയിനിങ് എന്നൊക്കെ പറയണത് ഒരു എക്സ്ട്രീം ലെവലായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം എൻ്റെ മകളുടെ പ്രായമാണ് ഉള്ളത്. പക്ഷേ ഒരു ഭയങ്കര ഒരു ഫുൾ പോസിറ്റീവായുള്ളൊരു അന്തരീക്ഷം, ഫുൾ എനർജി, അതൊക്കെ ആ കളരിയിൽ നിന്ന് തന്നെ നമുക്ക് ചെന്നാൽ മാത്രം കിട്ടുന്ന, പറഞ്ഞാൽ മനസ്സിലാവില്ല, ചെന്നാൽ മാത്രം കിട്ടുന്ന ഒരു സംഗതിയാണ്. അപ്പം അതുകൊണ്ട് കളരിയിലേക്ക് എത്തിപ്പെടാൻ പറ്റിയ സാഹചര്യം, അവിടെ എനിക്ക് പോകാൻ പറ്റിയ സാഹചര്യം, അതിനൊക്കെ ഞാൻ ദൈവത്തിനോട് ഒരുപാട് നന്ദി പറയുന്നു.